ഈ പാർട്ട് 2 വീഡിയോസൊക്കെ ഇത്തിരി ലേറ്റ് ആവാനുള്ള കാരണം എൻ്റെ ഈ മടി കാരണം കേട്ടോ, എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം. അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ നിന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അടുത്തുള്ളൊരു കടയിലേക്ക് പോയിട്ടോ. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ നമ്മൾ ഇന്ന് എയർപോർട്ടിലേക്ക്. രാവിലെയാണെങ്കിൽ ഒടുക്കത്തെ ട്രാഫിക്ക്, എത്തില്ലയോ എന്നൊരു ഡൗട്ടിലായിരുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് 11 മണിക്ക് നമ്മളവിടെ എത്തി. 6 പെട്ടിയും ഈ 2 മക്കളെ എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് പോർട്ടൽ സർവീസ് ബുക്ക് ചെയ്തിരുന്നു. പെട്ടിയൊക്കെ അവർ നോക്കിക്കോളും, കുട്ടീനെ മാത്രം ഞാൻ നോക്കിയാൽ മതി. അങ്ങനെ ബാഗ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്തു തന്നട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇമിഗ്രേഷൻ ആൻഡ് സെക്യൂരിറ്റി ഒക്കെ പാസ് ചെയ്ത് ഇനി നേരെ ബോർഡിംഗ് ഗേറ്റിലേക്ക്. എയർപോർട്ടൊക്കെ നല്ല അടിപൊളിയായി വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലം നമ്മൾ ഇങ്ങനെ നോക്കിപ്പോവും, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോകുന്നത് എയർ ഇന്ത്യ ഡയറക്റ്റ് ഫ്ലൈറ്റിലാണ്. ബോർഡിംഗ് ഗേറ്റിലേക്ക് കയറാനും ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് സ്റ്റാർട്ടായി. ഒരു 1 മണിയായപ്പോഴേക്കും നമ്മൾ ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ കൊണ്ടുതരാൻ തുടങ്ങി. ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ ടൈമില്ലാത്തത് കൊണ്ട് നല്ല വിശപ്പായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല വിശന്നിരുന്നതാ. അവർ കൊണ്ടുതരുന്ന സാധനങ്ങളൊക്കെ കഴിച്ച് പിന്നെ എങ്ങനെയെങ്കിലും ഇവർ കിടന്നാൽ മതിയെന്നായി. കുറച്ചു നേരം ഉറങ്ങും, കുറച്ചു നേരം കളിക്കും. അങ്ങനെ ഞങ്ങളെ സമയം പോയി. അങ്ങനെ 17 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം ലാൻഡ് ചെയ്യാനായി. അങ്ങനെ ഫ്ലൈറ്റൊക്കെ നല്ല സ്മൂത്ത് ആയി പോയി. പക്ഷേ ഈ ബാഗ്സ് ഒക്കെ കിട്ടാൻ ഇത്തിരി ടൈമായി. അങ്ങനെ സാൻ ഫ്രാൻസിസ്കോ എത്തി. അവിടുന്ന് പോർട്ടൽ സർവീസ് ഓപ്റ്റ് ചെയ്തുകൊണ്ട് ബാഗ്സ് ഒക്കെ എടുക്കാൻ ഈസി ആയിരുന്നു. ഇനി നേരെ വീട്ടിലോട്ട്. എത്രയൊക്കെ ഫുഡ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയാലും വീട്ടിൽ നിന്ന് പോയി കുറച്ച് ചോറും കറിയും കഴിച്ചാൽ മതി എന്നൊരവസ്ഥയായിരുന്നു. റൂമിലെത്തിയത് നമ്മൾ രാത്രി 7:30 അപ്പോഴേക്കും നമ്മളെ ഫ്രണ്ട് രേവതി ചോറും കറികളും ചിക്കനും ഉപ്പേരിയൊക്കെ കൊണ്ടു തന്നിരുന്നു. അത് കഴിച്ചപ്പോഴാണ് ഞാൻ ഒന്ന് ഉഷാറായത്. ഇങ്ങനെ വിശന്ന് കഴിച്ചതേ കുറെ കാലത്തിന് ശേഷമാണ്.